guys, welcome back to our channel, our YouTube channel. അപ്പോൾ ഇന്ന് ഡിസംബർ 1 ആണ്. നമ്മൾ ക്രിസ്മസിലേക്കുള്ള നമ്മുടെ സ്റ്റാർട്ടിംഗ് ഡേ ആണ് ഇന്ന്. ഈ ഒരു 25 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ക്രിസ്ത്യൻസിന് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡേയ്സ് ആണ് വരാൻ പോണേ. നോമ്പ് ഉണ്ടായിരിക്കും. പിന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ നിനക്ക് ഓർമ്മ വരുന്നത്? കാറ്റ്. ഞങ്ങളിപ്പോ ഇവിടെ ദുബായില് നല്ല ക്ലൈമറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു കാറ്റാണ് ഞങ്ങൾക്ക് ഫുൾ ടൈം. 5 ഉച്ചയ്ക്ക് രാവിലെ രാത്രി ഒക്കെ നല്ലൊരു കാറ്റ് കിട്ടും. ആ ഒരു ക്രിസ്മസ് ഫീൽ നമുക്ക് കിട്ടി തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ എന്തൊക്കെയാ നമുക്ക് ഓർമ്മ വരെ ക്രിസ്മസ് എന്ന് പറയുമ്പോ നമുക്ക് ക്രിസ്മസ് കേക്ക് വരും. കേക്ക് ഇപ്പൊ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് എലൈറ്റ് കേക്ക് ആണ് ക്രിസ്മസിന് കിട്ടാറ്. പിന്നെ ക്രീം കേക്ക് കിട്ടും. പിന്നെ എന്താ ഓർമ്മ വരിക? അതിലേക്ക് എത്തണം. അപ്പൊ ക്രിസ്മസ് വൈൻ നമ്മള് ഇതുവരെ എനിക്ക് തോന്നാം ഞങ്ങളുടെ വീട്ടില് അമ്മ എപ്പോഴും വൈൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. പഴം കൊണ്ട് വൈൻ ഉണ്ടാക്കാറുണ്ട്, ചാമ്പക്ക കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, ബീറ്റ്റൂട്ട് കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വൈന് അമ്മ സിനാന്റെ അമ്മ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോണേ. മമ്മി എനിക്ക് തോന്നാൻ ഉണ്ടാക്കാറുണ്ട് തോന്നുന്നു. ലൂബിക്ക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് വെറൈറ്റി ഒന്നും പിടിച്ചിട്ടില്ല. സാധാരണ നമ്മുടെ മുന്തിരി വൈൻ നമ്മളെല്ലാരും ഉണ്ടാക്കുന്ന നമ്മുടെ സ്വന്തം മുന്തിരി വൈൻ കൊണ്ടാണ് നമ്മള് തിന്നല്ലേ ഓക്കെ ഉണ്ടാക്കാൻ പോണേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ക്രിസ്മസിന്റെ തലേദിവസം 24th നമുക്ക് ഓപ്പൺ ആക്കാം. 21 ഡേയ്സ് മതി. പക്ഷെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം. പിന്നെ പല തരത്തിലും ആണ് പലരും വൈൻ ഉണ്ടാക്കുക. ഞാൻ പല വീഡിയോസും കണ്ട് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഒരു വൈൻ ഉണ്ടാക്കണേ. നിങ്ങളിത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എന്നാലും ഒരുവിധം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഞാനിത് ഫ്ലോപ്പ് ആണെങ്കിൽ ഞാനിത് ഓപ്പൺ ആക്കുന്ന വീഡിയോ ഇടില്ല. അപ്പൊ നമ്മൾ ഇന്ന് ക്രിസ്മസിന്റെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി അഡ്വാൻസ് ക്രിസ്മസ്. സമയമുണ്ട്. പക്ഷെ ഇന്ന് മുതൽ ഇപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർ ഇടും. ഇന്നിപ്പോ ഒന്നാം തീയതി നമ്മളെല്ലാ വീട്ടിലും സ്റ്റാർ ഇടും. ചിലരൊക്കെ ലൈറ്റ് ഇടും. ട്രീ ഒക്കെ മേലെ കൊണ്ടുവച്ചതൊക്കെ താഴേക്ക് ഇറക്കൊക്കെ ചെയ്യും. അതുപോലെ ഞങ്ങൾ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ഞങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തുതരാം. ഈ ആകെ കുറച്ച് മുന്തിരി വാങ്ങിയിട്ടുള്ളൂ. അത് മൊത്തം ഇത് പോകും. കഴിയും. അപ്പൊ നമ്മൾ ഈ വൈൻ ഉണ്ടാക്കണ മുന്നേ നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെയായിരുന്നു ഇത് നമ്മൾ കഴുകി ഉണക്കി തുടച്ചിട്ടുണ്ട്. ഉണക്കി നമ്മള് ടിഷ്യൂ വെച്ചിട്ടല്ല നമ്മളിങ്ങനെ വെള്ളം മാറ്റണം. കാരണം വെള്ളത്തിന്റെ ഒരു അംശം പോലും ആ മുന്തിരിമ പാടില്ലെന്നാണ് യൂട്യൂബിൽ പറഞ്ഞത്. പിന്നെ ഒരു മുട്ടയുടെ വെള്ള വേണം. അതും ഞാന് യൂട്യൂബിൽ കണ്ടതാണ്. നമ്മള് ഇതിലൊരു ടാനിങ് എന്നൊരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കണേ. അപ്പൊ ഇത് മുട്ടയുടെ വൈറ്റ് മാത്രം എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചതാണ് ഇത്. പിന്നെ നമ്മള് എല്ലാവരും ഇടുന്ന പോലെ തന്നെ ഗോതമ്പ് നുറുക്ക്. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞങ്ങൾ ഇടണോ എന്നുള്ളത് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ആലോചിക്കുള്ളൂ. ഇതൊരു കുറച്ച് ഗോതമ്പ് നുറുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഇടാനുള്ള സംഭവങ്ങള് കറുവപ്പട്ട, ഏലക്കായ, പിന്നെ ഗ്രാമ്പു. ഇത്രയും നമ്മൾ ഇടാറുണ്ടല്ലോ, എല്ലാവരും വൈൻ ഇടുമ്പോൾ ഇടാറുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഈസ്റ്റ്, കുറച്ച് ഈസ്റ്റ്. പിന്നെ ഇതിന്റെ മുന്നേ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം. പിന്നെ നമ്മൾക്ക് സാധാരണ എല്ലാവരും വൈൻ ഇട്ട് കഴിഞ്ഞാല് ഡെയിലി വന്നിട്ട് നമുക്കത് 1-2 ദിവസം കൂടുമ്പോൾ ഒന്ന് വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഷുഗർ ഇടും. അതുകൊണ്ടാണ് അത് മിക്സ് ചെയ്യണം. പക്ഷെ നമ്മൾ കണ്ടത് ലക്ഷ്മിനാന്റെ യൂട്യൂബ് ചാനലാണ്. നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയ ആ കുക്കിംഗ് ചാനല്. അപ്പൊ അതില് ആള് പറഞ്ഞത് പഞ്ചസാര ലായനി ആക്കിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ 21 ഇളക്കണ്ട. കാരണം ഇളക്കില് ചിലപ്പോൾ ഞങ്ങൾ വിട്ടുപോയി സംഭവം നശമായി പോകും. അപ്പൊ അതുകൊണ്ട് 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കിയാൽ മതി എന്നാണ് ആ യൂട്യൂബ് ചാനൽ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ ഇടുന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കണക്ക് സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ മുന്തിരി എടുത്തിരിക്കുന്നത് ഒരു 1.25 കിലോ എടുത്തിട്ടുള്ളൂ മുന്തിരി ആകെ. കാരണം ഇത് ചെറിയൊരു ജാറാണ്. അപ്പൊ കുറച്ച് ഫസ്റ്റ് ടൈം അല്ലേ എങ്ങനെയാവും അറിയില്ല. അപ്പൊ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മള് ഒരു 500 ml ബോട്ടിൽ വെച്ചിട്ട് 5 ബോട്ടിൽ വെള്ളത്തിലാണ് നമ്മള് ഒരു 1.5 കിലോ പഞ്ചസാരയാണ് നമ്മൾ ലയിപ്പിച്ചെടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളത്തില് ആ ഒരു ചൂടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഞാനത് ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം കൂടെ ഇടുന്നേ, എല്ലാം കൂടെ ഇടുക. എന്തെങ്കിലുമൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് നമ്മൾ മുന്തിരി ഇങ്ങനെ പൊട്ടിച്ച് കൈ കഴിക്കണ്ട.
ഇതൊരു രസമല്ലാത്തൊരു ഫീലാട്ടോ. എന്തെങ്കിലും ക്ലീൻ ഈ ഒരു കയ്യിലും ഞാൻ നല്ലപോലെ കഴുകിയിട്ട് പഞ്ചസാര കലക്കിണ്ടായിരുന്നു. അത് വെച്ചിട്ട് വേണം നമുക്കിത് കലക്കാൻ. അത്ര വലിയ എളുപ്പമുള്ളതൊന്നുമല്ല മുന്തിരിവാനിടാൻ. അല്ലാണ്ട് ഞങ്ങൾ ഇൻട്രസ്റ്റ് കയറിട്ടതാണ്. ക്രേസ് ഉള്ളവരൊക്കെ, എനിക്ക് അങ്ങനെ ക്രേസ് ഇല്ലാത്ത ഒരാളാണ് കേക്ക് ഉണ്ടാക്കാൻ. മുന്തിരി ചിലവർക്ക് നല്ല അടിപൊളിയായിട്ട് ഞാൻ ചേച്ചിമാരെ കല്ലിട്ട് കേക്ക് ഉണ്ടാക്കാൻ ആൾക്കാരാണ്. വെള്ളം ഇച്ചിരി വെച്ചാൽ മതി. അച്ഛൻ വെക്കണം, കാരണം എനിക്ക് അറിയില്ല എന്തിനാ. പിന്നെ ഗോതമ്പ് പൊടി നിങ്ങളൊരു തുണ്ടിടണല്ലോ കുറച്ച്. ഇത് ഗോതമ്പ് തന്നെയല്ലേ? പിന്നെ നമ്മുടെ ഏലക്ക, സോറി കറുവപ്പട്ട, അത്ര ഇട്ടാ മതിയോ? അതില്ല. പിന്നെ ഒരു 5-6 ഏലക്ക. ഗ്രാമ്പ് ഒരു 7-8 ഗ്രാമ്പു. ഈസ്റ്റ് ഒരു കുറച്ചിട്ടാ മതി കേട്ടോ. ഒരു സ്പൂണാണ് ഞാൻ കണ്ട വീഡിയോയിൽ. ഇതിപ്പോ ഒരു സ്പൂൺ ആയിട്ടോ. ഇനി നമ്മള് പഞ്ചസാര ഇത് നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കൊള്ളുന്നത്ര നമ്മൾ ഒഴിക്കും. കുറച്ചുകൂടെ ഒഴിച്ചോ, കുറച്ചുകൂടെ ഒഴിച്ചോ. കണ്ടോ, ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇളക്കണം. ഇതിങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് ഈ ഒരു ഇളക്കലേ ഉള്ളൂ. ഇനി നമ്മൾ തുറക്കുമ്പോഴാണ് നമ്മളിത് ഇളക്കാൻ പോണത്. അപ്പോൾ നല്ലപോലെ ഇപ്പം തന്നെ നല്ലപോലെ ഇളക്കി വെക്കുക. ഇനി തുറക്കണ പിടിക്കലൊന്നും ഇല്ല. പിന്നെ എനിക്ക് കളറിൻ്റെ കാര്യം എനിക്ക് അറിയില്ല അത് ഏത് കളർ വരുന്നു. കാരണം ഡാർക്കായിട്ടുള്ള കളേഴ്സ് ഇടുമ്പോഴൊന്നും ആ കളർ വരണേ. ഇത് നമ്മൾ അത്ര ഡാർക്ക് ഗ്രേപ്സ് അല്ല എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഇട്ടിട്ടുണ്ട്. ഇതിലിപ്പോ ഗോതമ്പ് നുറുക്ക് അവര് ഒരു കൈ വലിയ പിടി നിറയിടണമെന്നാണ് പറഞ്ഞത്. ഞാൻ കുറച്ചിട്ടുള്ളൂ. കാരണം ഗോതമ്പ് നുറുക്ക് ഇടുന്നതിന്റെ ഇതെന്ന് പറഞ്ഞ ഫെർമെന്റേഷൻ കൂടാതെ സംഭവമല്ലേ. അപ്പൊ നമുക്ക് അത്രയ്ക്ക് അത് താല്പര്യമില്ലാത്ത കാരണമാണ് നമ്മൾ അത്ര ഇട്ടുള്ളൂ. ഇനി നമ്മൾ ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തടച്ച് നമ്മളൊരു ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. അതായത് വെളിച്ചം അധികം കയറാത്ത സ്ഥലത്ത് വേണം കൊണ്ടുവയ്ക്കാൻ. അത് വെച്ചിട്ട് ഫുൾ ഇരുട്ടുള്ള സ്ഥലം അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വെളിച്ചം കയറാത്ത സ്ഥലത്ത്, ഞങ്ങളുടെ വീടിന്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ ഭാഗത്തും വെളിച്ചം കയറും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഭദ്രമായിട്ട് വെക്കാം. അങ്ങനെ ഇത് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. നമ്മളിനി ഇത് അടയ്ക്കേണ്ട സമയമാണ്. അപ്പോൾ ഇത് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു തുണി വെച്ചിട്ട് വേണം നമ്മളിത് നൈസായിട്ട് അടയ്ക്കാൻ. അപ്പം ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പണ്ട് നമ്മൾ അച്ചാറൊക്കെ പരണിയിലിടില്ല, ആ സെയിം സംഭവം ഇതിങ്ങനെ അമർത്താൻ സീന വരണ്ടി ഞാൻ അമർത്തി റെഡിയാവില്ല. അപ്പം ഇങ്ങനെ അമർത്തി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരുട്ട് റൂമിലല്ല, നമ്മൾ അധികം വെളിച്ചം കയറാത്ത റൂമിൽ സൂക്ഷിച്ച് വെക്കുക. 21 ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ക്രിസ്മസിന് അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോഴും കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട്. അരിക്കണം, രണ്ടായിട്ട് അരിക്കണം. അരിച്ചെടുത്തിട്ട് നമ്മൾ നമ്മുടെ ബോട്ടിലാക്കി വെക്കണം. എന്നിട്ട് അത് എത്ര നാൾ കഴിഞ്ഞ് കഴിക്കുന്നോ അതിനായിരിക്കും വീര്യം കൂടുതൽ.
എത്ര നാളിരിക്കുന്നു അങ്ങനെയായിരിക്കുമല്ലോ. വൈൻ അങ്ങനെയാണ് വീടും കൂടുതൽ. ഇതിപ്പോ കണ്ടിട്ട് ഞങ്ങൾക്ക് ക്രിസ്മസിനാന്നൊക്കെ ഉള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങൾ ഫ്രണ്ട്സും കസിൻസ് ഒക്കെ വരുമ്പോൾ ഇത് കഴിയും. എനിക്ക് അത്രയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം കുറെ ഉണ്ടാക്കിയിട്ട് വെറുതെ ഞങ്ങൾക്ക് ഫ്ലോപ്പ് ആക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ കുറച്ച് വാങ്ങിയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീഡിയോ. ക്രിസ്മസിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് ഒരു വൈൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. എല്ലാവരും വീട്ടിൽ വൈൻ ഇടുക, കേക്ക് ഉണ്ടാക്കുക, പിന്നെന്താ ലൈറ്റ് ഇടുക, ക്രിസ്മസ് ട്രീ ഒക്കെ എല്ലാം വെച്ച് എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. നല്ല ക്ലൈമറ്റ് ആണ്, നാട്ടിൽ നല്ല ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും അടിച്ചു പൊളിച്ച് നമ്മുടെ ക്രിസ്മസ് അടിപൊളിയാക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബെൽബട്ടൺ അമർത്തുന്ന കാര്യം എന്താ വെച്ചാൽ സംഭവം ഞാൻ എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞേക്കാറുണ്ട് ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാന്നൊക്കെ. അത് അടിച്ചു പൊട്ടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അത് ഞാൻ കുറെ പേരിൽ കണ്ടു അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് അടിച്ചു പൊട്ടിച്ചാലാണ് ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ അത് ചെയ്യാം. ഇനി ഞങ്ങൾ അടുത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. പിന്നെ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഞങ്ങൾ വീഡിയോസ് ഇടാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.